നോക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ആദ്യം നമുക്ക് വേണ്ടത് ഒരു ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ട്രാൻസിസ്റ്റർ വേണം. ദെൻ നമുക്ക് വേണ്ടത് ഒരു റെസിസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു റെസിസ്റ്റർ വേണം. ഇനി നമുക്ക് IR സെൻസർ വേണം. മുഖ്യമായ ഘടകമാണ് IR സെൻസർ. അപ്പോൾ ഈ ഒരു IR സെൻസർ നമുക്ക് ഈ ഒരു കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മുഖ്യമായ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ബാക്ക് ഭാഗത്തായിട്ട് 3 കണക്ടർ പിന്നുകൾ കാണാം. അതുപോലെ തന്നെ ഒരു ബ്ലൂ ബോക്സ് കാണാം. അത് സെൻസർ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബോക്സാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു IR സെൻസർ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മിനി വാട്ടർ പമ്പ് വേണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മിനി വാട്ടർ പമ്പ് നമുക്ക് വേണം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക് പൈപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് പൈപ്പ് വേണം. ഇനി ഒരു USB കേബിൾ വേണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വയറുകൾ വേണം. ഈ ഒരു വയറിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ ഫീമെയിൽ പോർട്ടും അതുപോലെ തന്നെ മെയിൽ പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ കേബിൾ ടൈ, നമ്മളിവിടെ കേബിൾ ടൈ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ വാങ്ങിയ ഈ ഒരു കിറ്റിൽ കേബിൾ ടൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇതെങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായി തന്നെ നമ്മുടെ IR സെൻസർ എടുത്തിട്ടുണ്ട്. അതിൽ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മൾ ഇതുപോലെ ബാക്ക് ഭാഗത്ത് 3 കണക്ടർ പിന്നുകളും കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് കണക്ട് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ ചിത്രം എന്ന് എടുത്തു നോക്കിയാൽ റെഡ് വയറ് നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കണക്റ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി റെഡ് വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു റെഡ് വയർ ഇതുപോലെയുള്ള നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ റെഡ് വയർ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു വശത്തുള്ള ലെഗിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വയർ ഫീമെയിൽ ഓർ മെയിൽ പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫീമെയിൽ പോർട്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മറ്റൊരു വയറിൻ്റെ ഫീമെയിൽ പോർട്ട് കട്ട് ചെയ്ത് ഈ ഒരു വയറുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു വയറിൻ്റെ ഫീമെയിൽ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് കട്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റെഡ് വയറിലേക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് നന്നായി ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. IR സെൻസറിൽ നമ്മൾ കണക്ട് ചെയ്ത മറ്റ് 2 വയറുകൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഊരി മാറ്റാം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പിക്ചറിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് USB കേബിളിലേക്കൊരു വയർ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് USB കേബിളിലേക്ക് ഒരു വയർ നമ്മൾ പുറത്തേക്ക് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറിലൂടെ നമുക്ക് USB കേബിളിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നേരത്തെ നമ്മളെടുത്ത ആ ഒരു വയർ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായി ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ IR സെൻസറിൻ്റെ ബാക്ക് ഭാഗത്ത് കറക്റ്റ് നടുവശത്തായിട്ട് വരുന്ന പിന്നിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്യണം. ഈ വയറിൻ്റെ മറുവശം നമുക്ക് മിനി വാട്ടർ പമ്പിൻ്റെ നെഗറ്റീവ് ഭാഗമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ മിനി വാട്ടർ പമ്പിൻ്റെ നെഗറ്റീവ് ഭാഗവുമായി ഈ ഒരു വയർ കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിക്ചർ എടുത്ത് നോക്കിയാൽ മിനി വാട്ടർ പമ്പിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും USB കേബിളിലേക്കൊരു പവർ വയർ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വയർ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതും ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 വയറുകൾ നമ്മുടെ മെയിൻ പവറായി 5 വോൾട്ട് വരുന്ന USB കേബിളിലേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വയർ നമ്മൾ മിനി വാട്ടർ പമ്പിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് കണക്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു വയർ നമ്മൾ നേരെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ നടുവശത്തായിട്ട് കാണുന്ന ആ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് IR സെൻസറിൽ നിന്നും ഇത്തരത്തിൽ നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ IR സെൻസറിൽ നിന്ന് ഒരു ബാക്ക് കണക്ടർ പിന്നെ അവിടെ കണക്ട് ചെയ്ത ശേഷം നമുക്കവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു വയറിൻ്റെ നടുവശത്തായിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അതിനായി ഞാൻ ഈ വയർ കട്ട് ചെയ്ത് ഇതുപോലെ റെസിസ്റ്റർ അവിടെ സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്തരത്തിലാക്കിയെടുത്ത ശേഷം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് റെഡ് റിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ഭാഗത്താണ് റെസിസ്റ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നേരെ ട്രാൻസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ മറ്റേ ആ ഒരു ലെഗിലേക്ക് ഇതും കണക്ട് ചെയ്യാം. അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ IR സെൻസറിലേക്ക് മറ്റേ ഭാഗവും കണക്ട് ചെയ്യാം. അപ്പോൾ IR സെൻസറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു വയറും കണക്ട് ചെയ്യാം. അവസാനമായി നമ്മൾ USB കേബിളിലേക്ക് മാറ്റി വെച്ച 2 വയറുകൾ നേരെ USB കേബിളിലേക്കും ചിത്രത്തിൽ കാണിച്ചതുപോലെ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എല്ലാ കണക്ഷനുകളും കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ 5 വോൾട്ട് വരുന്ന ചാർജർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ പവർ ബാങ്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പവർ ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. അവിടെ ഒരു ഗ്രീൻ LED പ്രകാശിക്കുന്നുണ്ട്. ഇനി ഇത് സെൻസർ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച ശേഷം നമ്മുടെ കൈ ഈ ഒരു സെൻസറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആ ഒരു മോട്ടോർ നമ്മൾ കണക്ട് ചെയ്ത വാട്ടർ പമ്പ് അവിടെ നല്ല രീതിയിൽ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പല ആളുകൾക്കും ഈ ഒരു സെൻസർ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് വർക്കിംഗ് ആവാത്ത രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ട്യൂൺ ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൂ ബോക്സിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്കിവിടെ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇത് നമുക്ക് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോക്സോ അല്ലെങ്കിൽ ഏത് ബോക്സ് ആയാലും പറ്റും. ഇത്തരത്തിലുള്ളൊരു ബോക്സ് വേണം. ഇനി നമുക്ക് വാട്ടർ പമ്പ് പ്ലാസ്റ്റിക് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു വാട്ടർ പമ്പ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഇവിടെ ഒരു ഹോളിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. ആ ഒരു വയറും നമ്മൾ അതിന് മുകളിലായിട്ടൊരു ഹോളിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ IR സെൻസർ നമ്മൾ ഈ ഒരു ബോക്സിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ട്രാൻസിസ്റ്റർ റെസിസ്റ്റർ നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിലാക്കി ഇതുപോലെ ഗ്ലൂ ഗൺ ചെയ്തെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ അവിടെ ഉറപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള നമ്മുടെ USB കേബിളും പുറത്തേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിനായി നമുക്ക് സാനിറ്റൈസർ അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ സാനിറ്റൈസറിന് പകരം വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള വെള്ളം ഒഴിച്ച ശേഷം ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ ആ USB വയർ പവർ ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ ചാർജർ കണക്ടറുമായിട്ടോ കണക്ട് ചെയ്യാം. ഇത്തരത്തിൽ കണക്ട് ചെയ്ത ശേഷം നമുക്കത് വർക്ക് ചെയ്യണ്ടോ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നല്ല സ്മൂത്തായിട്ട് നമ്മുടെ IR സെൻസറും അതുപോലെ തന്നെ വാട്ടർ പമ്പും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്നൊരു മെഷീനാണിത്. കാരണം നമ്മൾ സാധാരണ സാനിറ്റൈസർ ഉപയോഗിക്കാറ് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ കൈ ജസ്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഇതുപോലെ സാനിറ്റൈസർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് വളരെയധികം ഉപകാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.